നേന്ത്രപ്പഴവും റവയും വെച്ചിട്ട് തയ്യാറാക്കിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ റവ ആ ഒരു പാലോട്ട് അബ്സോർബ് ചെയ്യുന്ന വരെ മാത്രം കേട്ടോ നമ്മളൊന്ന് ആ സൈഡിലേക്ക് മാറ്റി വെക്കുന്നത്. ഇനി നേന്ത്രപ്പഴം തണുത്തതിന് ശേഷം ഒരു മുട്ടയും ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റവ നല്ലോണം ആ ഒരു പാലുമായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുന്നത് ശർക്കര പൊടിയാണ്. അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പഞ്ചസാര താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ശർക്കര പൊടി ചേർത്തത്. അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ച് വെച്ച മുട്ടയും ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പശുനെയ്യിൽ വറുത്തതാണ് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടയായതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് പാലും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പ്ലേറ്റിലാട്ടോ ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്കൊന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ തട്ട് വെച്ചിട്ടാട്ടോ ഇത് ആവിക്ക് വെച്ച് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലിത്തട്ടിലും വെച്ചിട്ടും ചെയ്തെടുക്കാം ഇത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഏകദേശം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റവ വെച്ചിട്ടല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറുത്തുപോയ പഴമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്